ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം. സ്വപ്നം കാണുക എന്നുള്ളത് പലരുടെയും ഒരു കൗതുകമാണ്. സ്വപ്നം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പലരും ധാരാളം ആലോചിക്കാറുണ്ട്. ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം കാണാൻ എന്ത് ചെയ്യണം എന്ന കൗതുകവും പലർക്കുമുണ്ട്. സ്വപ്നത്തെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു തത്വചിന്ത. സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമാകുമോ എന്ന് വ്യാകുലപ്പെടുന്നത് പോലെ എന്താണ് സ്വപ്നം കാണുന്നതിന് കാരണമാകുന്നത്? സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരാളുടെ ജീവിതത്തെ വിലയിരുത്താമോ? ഇങ്ങനെ സ്വപ്ന സംബന്ധിയായ ധാരാളം കൗതുകങ്ങൾ നിലവിലിരിക്കെ ഈ ശ്ലോകം നമുക്ക് ആസ്വദിക്കാം. ഭഗവത്പാദരുടെ ആത്മബോധം എന്ന കൃതിയിലെ 6-ാമത്തെ ശ്ലോകത്തിലേക്ക്. സംസാര സ്വപ്നതുല്യോ ഹി രാഗദ്വേഷാദി സങ്കുലഃ സ്വകാലേ സത്യവദ്ഭാതി പ്രബോധേ സതി അസദ്ഭവേത്. സംസാരത്തെ സ്വപ്നതുല്യം തള്ളിക്കളയാൻ സാധിക്കട്ടെ. ഇതാണ് ഈ ശ്ലോകം തരുന്ന ഒരു ആദേശം. അല്ലെങ്കിലും ഇന്ന് എത്ര ദ്രുതഗതിയിലാണ് ഇന്നലെയാവുന്നത്, മിനിഞ്ഞാന്നാവുന്നത്. ഭാഗ്യവശാൽ ഒരു ഇന്നലെയും ഒരു മിനിഞ്ഞാന്നും ഒരു ഇന്നലകളും പുനർജനിച്ച് നമ്മെ ഭയപ്പെടുത്താനും ദ്രോഹിക്കാനും വരില്ല. സംസാര നമ്മുടെ വ്യാവഹാരിക ലോകം സ്വപ്നതുല്യ, സ്വപ്നം പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം. എങ്ങനെയുള്ള സംസാരം? രാഗദ്വേഷാദി സങ്കുലഃ. നമ്മുടെ ജീവിതത്തിനെ വിലയിരുത്തുന്ന സമയത്ത് 2 മുഖ്യ വികാരങ്ങളാണുള്ളത്: ഇഷ്ടം, അനിഷ്ടം, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, രാഗം, ദ്വേഷം. മറ്റ് വൃത്തികളൊക്കെ ഇതിൻ്റെ പലതരത്തിലുള്ള പ്രകാരഭേദങ്ങളാണ്, മോഡിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ട് ഭഗവത്പാദർ നിസ്സങ്കോചം പറഞ്ഞിരിക്കുന്നു, ഈ രാഗദ്വേഷാദിയുക്ത സംസാരം സ്വപ്നതുല്യ, സ്വപ്നം പോലെയാണ്. രാഗദ്വേഷാദി സങ്കുല സംസാര സ്വപ്നതുല്യ ഹി. നിശ്ചയമായിട്ടും സംസാരം സ്വപ്നതുല്യമാണ്, രാഗദ്വേഷ കലുഷിതമാണ്. സ്വകാലേ, ഇനി സ്വപ്നത്തിൻ്റെ അവസ്ഥ എന്താ? സ്വകാലേ, അനുഭവിക്കുന്ന കാലത്തിങ്കൽ, സത്യവത്, അത് വാസ്തവമാണ് എന്ന് നമുക്ക് തോന്നും. സത്യവത് ഭാതി, പ്രകാശിക്കും. പ്രബോധേ സതി, ഉണർന്നു കഴിയുന്നതോടെ അസദ്ഭവേത്, സ്വപ്നം അസത്തായി മാറുന്നു. ഭീകര സ്വപ്നം കണ്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വപ്നം കണ്ടും 2 ഭാവത്തോടെ നമ്മൾ ഉണരും. ഭീകര സ്വപ്നമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് പരിഭ്രമിച്ച് ഉണരും. ഇഷ്ടമുള്ള സ്വപ്നമാണെങ്കിൽ ഉണരുന്നതിൽ സങ്കോചമുണ്ട്. തുടരട്ടെ എന്ന്, സത്യമാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. പക്ഷെ സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഉണരുന്നതോടെ അസദ്ഭവേത്. നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഭയാനകമായ അസ്വാതന്ത്ര്യങ്ങളേറെ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസാരം എന്ന് പറയുന്നത് ഇതുപോലെ സ്വപ്നം പോലെ ഇപ്പോൾ മാത്രം പ്രസക്തി ഉള്ളതാണ്. ആത്മബോധം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അത്തരത്തിൽ ഒരു ചിന്ത നമുക്കെല്ലാവർക്കും ഈ പഠനത്തോടൊപ്പം പുലർത്താൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. അവനവനെ കുറിച്ച് ഞാൻ ആരാണ് എന്ന് സഗൗരവം ചിന്തിക്കുക, മനനം ചെയ്യുക. ഇതാണ് ആത്മബോധം നിർദ്ദേശിക്കുന്ന മുക്തി ഉപായം. ഈ ആത്മാവിനെ സംബന്ധിക്കുന്ന, അവനവനെ സംബന്ധിക്കുന്ന, ജീവാത്മാവിൻ്റെ സ്വരൂപത്തെ സംബന്ധിക്കുന്ന ചിന്തയ്ക്ക് ആഴം കൂട്ടാൻ ഇവിടെ നാം ഏറെ വ്യാകുലപ്പെടുന്ന
രാഗദ്വേഷാദിയുക്തമായ ഇഷ്ടാനിഷ്ടയുക്തമായ ലോകം വെറും സ്വപ്നമാണ് എന്ന് ഭഗവത്പാദർ പറഞ്ഞു തന്നിരിക്കുന്നു. ഓരോ ദിവസവും കിടക്കാൻ പോകുമ്പോൾ ഒരു സ്വപ്നം അവസാനിച്ചു എന്ന് നമുക്ക് സ്വാതന്ത്ര്യം തോന്നട്ടെ. ഈ സ്വപ്നത്തിനപ്പുറത്ത് സ്വപ്നദ്രഷ്ടാവായ ഞാൻ സത്യമായി നാളെ ഉണർന്നെഴുന്നേൽക്കും എന്ന് വിചാരിക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ടാവട്ടെ. സംസാര സ്വപ്നതുല്യോ ഹി രാഗദ്വേഷാദിസങ്കുലഃ സ്വകാലേ സത്യവദ്ഭാതി പ്രബോധേ സതി അസദ്ഭവേത്.